ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കുറേ ഹെൽത്തി ഫുഡ് വേണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെടാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ റെസിപ്പീസ് വേണമെന്നുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ റുട്ടീനായിട്ട് അങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ്. എങ്കിലും ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മില്ലറ്റ്സ് ഇടയ്ക്കൊക്കെ എല്ലാ 3 നേരവും മില്ലറ്റ്സ് എന്ന് ഞാൻ പറയില്ല, എങ്കിലും റാഗി എന്ന് പറയുന്ന കാര്യം വളരെ വളരെ നല്ലതാണ്. അതായത് മുത്താറി, കൂവരക് എന്നൊക്കെ പറയുന്നത് റാഗി. ഈ റാഗി നമ്മുടെ ഒരു ഡയറ്റിൻ്റെ ഭാഗമായാൽ ഒരു കുഴപ്പമില്ല. അയൺ, കാൽഷ്യം, ധാരാളം കാര്യങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ അതും കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു പ്രധാന ഫുഡാക്കണം. അത് ഒരു നേരത്തെ ഫുഡ് അതാക്കുക. അപ്പോൾ അത് നല്ലൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ ഫുഡ് മാത്രം സെലക്ട് ചെയ്ത് കഴിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ഡിന്നറിന് റാഗി വെജിറ്റബിൾ സൂപ്പാക്കാം. പിന്നെ പകലുള്ള കഴിക്കുന്ന കാര്യത്തിലും നമ്മുടെ ഒരു കലോറീസ് നോക്കിയിട്ട് നമുക്ക് എത്ര വേണം ഇൻടേക്ക്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സാലഡ്സ് കഴിക്കുക. പിന്നെ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ട് കുറച്ച് പ്രോട്ടീൻ വേണം. അതുപോലെ തന്നെ നമുക്ക് ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണം വേണം. ആൻഡ് അത് കൂടാണ്ട് കാർബ് വളരെ കുറച്ച് കഴിച്ചാൽ മതി. ബാക്കിയെല്ലാം പെർഫെക്റ്റായിട്ട് വരും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. പിന്നെ ഫ്രൂട്ട് കഴിക്കാം അത്യാവശ്യം, ഭയങ്കര സ്വീറ്റല്ല. പിന്നെ സ്വീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് രാത്രിത്തെ ഭക്ഷണം 7 മണിക്ക് മുന്നേ അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പ് കഴിച്ച് തീർക്കുക. അത് ഒരു സൂപ്പ്, ഇതുപോലൊരു സൂപ്പാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിന് പറ്റിയ ഹെൽത്തി ഒരു ഫുഡാണ്. ഹെൽത്തി സൂപ്പ് ഹെൽത്തിയുമാണ്, ടേസ്റ്റിയാണ്, ആൻഡ് വളരെ യൂസ്ഫുള്ളുമാണ്. അപ്പോൾ എന്താണെന്നല്ല പറഞ്ഞല്ലോ, റാഗി വെജിറ്റബിൾ സൂപ്പ്. അതിന് കുറച്ച് കാര്യങ്ങൾ, എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതിലിടാം. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ഗ്രീൻസ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണ്. സ്പ്രിംഗ് ഓണിയന് പകരം ഉള്ളി അരിഞ്ഞ് ചേർത്താലും മതി. കൊച്ചുള്ളി ആകാം, സവാളയാകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ കോളിഫ്ലവർ വേണമെങ്കിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടാം. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ കളറ് മാറും എന്നുള്ളത് കൊണ്ടാണ് ബീട്രൂട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ. പിന്നെ അതിൽ സ്പൈസപ്പ് ചെയ്യാനായിട്ട് കുരുമുളക് പൊടി മാത്രമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പച്ചമുളക് അരിഞ്ഞിടാം. ഞാനിപ്പോൾ പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി 2 കാര്യം. അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് എലിവേറ്റ് ചെയ്ത് കിട്ടും. അതുപോലെ വയറിനും വളരെ നല്ലതായിരിക്കും. ജിഞ്ചർ, ഗാർലിക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. തുടങ്ങാം അല്ലേ? എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സമയം അധികം കളയേണ്ട വെച്ച് ഞാൻ അരിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ഷോർട്ടാകുമല്ലോ. നോക്കിക്കോളൂ. ഇതിപ്പോൾ എത്ര അളവെന്ന് പറഞ്ഞാൽ ഇതൊരു 2-3 ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂൺ വരും. ഇഞ്ചി അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ എടുക്കാം മാക്സിമം. പിന്നെ ഇതൊരു ചെറിയ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ബീൻസ് ഉണ്ട്, ഒരു 4-5 ബീൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു 1/2 കപ്പ് എന്ന് പറയാം. 1/2 കപ്പ് ക്യാരറ്റ്, ഇതൊരു ചെറിയ ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്. സ്പ്രിംഗ് ഓണിയൻ ഒരു 4-5 തണ്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് 1/2 കപ്പോളം വരും. ഇതൊരു 1/2 കപ്പ് ക്യാബേജ്. അപ്പോൾ നല്ല ഊട്ടി ക്യാബേജ് തന്നെ വാങ്ങാൻ നോക്കാം, സ്മെല്ലില്ലാത്ത നല്ലത്. അത് സ്ലൈസ് ചെയ്യാം. നീളത്തിന് ഘനം കുറച്ചാൽ, അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്താലും മതി. ഇതിലും ചെറുതാക്കാൻ വേണമെങ്കിൽ, അത്ര ഫൈൻ ആക്കിയിട്ടില്ല. ഓക്കെ. ഇനി കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ. ഇത് ഞാൻ അളന്ന് വെച്ചതാണ്. ഇത് 4 കപ്പ് വെള്ളമുണ്ട്. വെള്ളം തിളയ്ക്കാനായിട്ട് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഈ വെജിറ്റബിൾസ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനവും നമ്മൾ ഇതിലേക്ക് മാറ്റുന്നു. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, സ്പ്രിംഗ് ഓണിയൻ ആക്ച്വലി പറഞ്ഞാൽ ആദ്യമേ ഇടണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഈ ഒരു സൂപ്പിൻ്റെ പ്രധാന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്തി എന്ന് പറയുമ്പോൾ ഇതിൽ 0 ഓയിലാണ്. നമ്മൾ ഓയിലേ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വഴട്ടോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. സ്ട്രെയിറ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ആ ഒരു വെജിറ്റബിൾ സ്റ്റോക്കായി മാറുന്നു. ഇത് അത്യാവശ്യം വേഗവും ചെയ്യും. ആ വേകുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന സത്ത് ആ വെള്ളത്തിലുണ്ടാകുമല്ലോ. അപ്പോൾ ആ വാട്ടർ ഈസ് വെജിറ്റബിൾ സ്റ്റോക്ക് തന്നെയാണത്, സ്റ്റോക്കാണത്. അതിലാണ് നമ്മൾ റാഗിയും കൂടി ചേർക്കുന്നത്. അപ്പോൾ സമ്പൂർണ്ണമായ ഒരു ഹെൽത്തി സൂപ്പായി മാറുന്നു. പിന്നെ ഉപ്പ് വേണം. പിന്നെ ഇതിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് രുചി കൂട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ആകാം. കുരുമുളക് പൊടി, മുളകിൻ്റെ, പച്ചമുളകിൻ്റെ എരിവ് പോരാ ഒന്നുണ്ട്, ഇച്ചിരി പെപ്പർ പൗഡറും കൂടി ചേർത്താലും സ്പൈസപ്പ് ചെയ്ത് കിട്ടും നല്ലതായിട്ട്. അപ്പോൾ ഇതിനൊരു പുളിയുടെ അംശമൊന്നും ആസച്ച് ഇല്ല. പിന്നെ നിങ്ങൾക്ക് ആ സൂപ്പിന് കുറച്ചുകൂടെ ഒരു ചെറിയൊരു സാർ ടേസ്റ്റും കൂടി വേണം തോന്നുകയാണെങ്കിൽ ഇച്ചിരി നാരങ്ങാനീരും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അത് ചൂടോടുകൂടി ഒഴിക്കണമെന്നില്ല. ഒരു വിധം തണുത്ത് കഴിഞ്ഞിട്ട് നാരങ്ങാനീര് ഒഴിച്ചാലും ഓക്കെയാണ്. അത് വേണമെങ്കിൽ മാത്രം ഞാൻ സജസ്റ്റ് ചെയ്തെന്നുള്ളൂ. വൈറ്റമിൻ സി. ഓക്കെ. അപ്പോൾ വെള്ളം ഏതാണ്ട് തിളയ്ക്കാറായി. ആദ്യത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആദ്യമേ തന്നെ ചേർക്കാം.
അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം നല്ലതായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ. തിളയ്ക്കുന്നതോടുകൂടി ഈ സംഗതികൾ സെറ്റാകും. നന്നായിട്ട് തിളച്ച പച്ചമുളകിൻ്റെ എരിവും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവറും ഒക്കെ ഇതിലേക്ക് വന്നു തുടങ്ങി. കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ്സ്, ബീൻസ്, ക്യാബേജ് എല്ലാ കാര്യവും ചേർത്ത് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചേർക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് വാടി വരട്ടെ, പാകത്തിനൊന്ന് വേകണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്പ്രിംഗ് ഓണിയനും ചേർക്കും. ഇപ്പോൾ ഒരു പകുതി കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ സ്പ്രിംഗ് ഓണിയനും കൂടി ഞാൻ ചേർക്കുകയാണ്. ഓക്കേ, വീണ്ടും തിളക്കട്ടെ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ഇപ്പോൾ ആവശ്യത്തിന് ഇച്ചിരി ചേർക്കുന്നേ ഉള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾസും വെള്ളവും എല്ലാം കൂടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ റാഗി പൗഡറാണ് മിക്സ് ചെയ്ത് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ചു. 1 കപ്പ് വെള്ളം റാഗിക്ക് കലക്കാനായിട്ട് വയ്ക്കുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് റാഗി പൗഡർ കട്ടയിലാണ്ട് കലക്കിയെടുക്കാം. അത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂപ്പിലേക്ക് ഒഴിക്കും. ഇതിപ്പോൾ റാഗി പൗഡർ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ മാറ്റി വെച്ചിരുന്നു. സാധാരണ റൂം ടെമ്പറേച്ചറിലെ വെള്ളമാണ്. കലക്കി വയ്ക്കാം, കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നോക്കിയേ, നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നു. പാകത്തിന് വെന്ത് കഴിഞ്ഞു. വെന്ത് പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല. ചെറിയൊരു കടിക്കുമ്പോൾ ഒരു കരുകരുപ്പ് വേണമല്ലോ, ക്യാരറ്റൊക്കെ അങ്ങനെ. ഇനി ആ റാഗി വെള്ളത്തിൽ കലക്കിയത് ഒഴിക്കാം. തീ അല്പം ഒന്ന് കുറച്ചിട്ട് ഇനി വീണ്ടും തീ കൂട്ടി കൊടുക്കണു. നന്നായിട്ട് ഇതൊന്ന് ഒരു സൂപ്പി കൺസിസ്റ്റൻസി, നല്ല ഒരു കുറുകിയ രീതിയിലേക്ക് ആയി വരും. അപ്പോൾ സൂപ്പിൻ്റെ റാഗി പൗഡറൊക്കെ നമ്മൾ കലക്കി ഒഴിച്ച് കഴിഞ്ഞു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, വേണമെങ്കിൽ ഒരു ചെറിയൊരു പുളിയുടെ അംശം കൂടി വേണമെങ്കിൽ കൊടുക്കും. ഓപ്ഷണലാണ്, ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ട് നാരങ്ങാനീര് ഒഴിക്കാം. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ പ്യൂറി ചെയ്തിട്ട്, ഞാനിപ്പോൾ മിക്സിയിൽ 1 ടൊമാറ്റോ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ ആയിരുന്നു. ഇതിങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് അരച്ചു, നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട്. ഇതാണ് നമ്മുടെ ടൊമാറ്റോ പ്യൂറി. അത് ഇതിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കാം. ഇതിപ്പോൾ നമ്മൾ റാഗി പൗഡറൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുള്ള കൺസിസ്റ്റൻസി ഇങ്ങനെ മാറി തുടങ്ങി, കുറുകി തുടങ്ങി. ഇതിലേക്കാണ് ടൊമാറ്റോ അരച്ചത്. പ്യൂറി 1 ടൊമാറ്റോ ആയിരുന്നു, അതും കൂടി ചേർത്ത്. നമുക്ക് ടൊമാറ്റോ പ്യൂറിയും കൂടി ഒഴിച്ചിട്ട് പിന്നെ ഇതിനെ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നു. ഇച്ചിരി ഉപ്പും കൂടി ചേർത്തു. ഇതിൻ്റെ കൊഴുപ്പ് മാറിയത് കണ്ടോ, നല്ലൊരു കുറുകി വന്നു, ഒരു സൂപ്പി കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് റാഗി. ടോട്ടൽ വെള്ളം അത് കലക്കാനായിട്ട് 1 കപ്പ് വെള്ളം എടുത്തു. വെജിറ്റബിൾ തിളപ്പിക്കാനായിട്ട് വേവിക്കാനും 4 കപ്പ്. അപ്പോൾ ടോട്ടൽ 5 കപ്സ് ഓഫ് വാട്ടർ, 4 ടേബിൾ സ്പൂൺ റാഗി, 1 ടൊമാറ്റോ ഫുൾ വലുത്, അത് പഴുത്ത ടൊമാറ്റോ അരച്ച് ചേർത്തു. അത്രയേ ഉള്ളൂ. ബാക്കി വെജിറ്റബിൾസ് കണ്ടല്ലോ, അതിന് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി 3 കാര്യങ്ങളും കൂടി അഡീഷണലായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ പെർഫെക്റ്റ്. പച്ചമുളക് 1 ചേർത്തുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ. ഇത് എരിവിനനുസരിച്ച് ചേർത്തുള്ളൂ. ഇത് കുറച്ച് കൂടുതലായിരിക്കും. നല്ല സ്പൈസി ഒരു സൂപ്പായിരിക്കും. മഴക്കാലത്താണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. എക്സലൻറ്റ്. നല്ല മണം, നല്ല മണം. യെസ്, ദിസ് റാഗി വെജിറ്റബിൾ സൂപ്പ് ഇസ് റെഡി. മതി, ഇനി തീ ഓഫ് ചെയ്യും. അങ്ങനെ റാഗി വെജിറ്റബിൾ സൂപ്പ് റെഡി. ഞാൻ ചൂടോട് കൂടി തന്നെ സൂപ്പ് ബൗളിലേക്ക് ഒഴിക്കട്ടെ. നോക്കിക്കോളൂ.
ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അലങ്കാരം കൂടി ആകാം. ഇച്ചിരി സ്പ്രിങ് ഓണിയൻ, ഫ്രഷ് സ്പ്രിങ് ഓണിയൻ ഇങ്ങനെ ചോപ്പ് ചെയ്ത് നോക്കൂ. ചൂട് സൂപ്പ്, ഹെൽത്തി 0 ഓയിൽ സൂപ്പ്. പിന്നെ 0 ഓയിൽ അല്ലാതെ കുറച്ചുകൂടെ അത്രയും ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു അല്പം വെണ്ണയും കൂടി ഇട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ഗീ വളരെ നല്ലതാണ് കേട്ടോ ഹെൽത്തിന്. ഇച്ചിരി നെയ്യ് ഇട്ട് കഴിച്ചാലും ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്നും വേണ്ട, ഇത് തന്നെയാണ് ഏറ്റവും വലിയ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ ഒരു 5 പേർക്കുള്ള ഓരോ ബൗൾ ഇതുപോലെ നിറച്ച് കുടിക്കാനാണെങ്കിൽ 5 പേർക്കുണ്ട്. പക്ഷേ നമ്മളിതൊരു ഡിന്നറിന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് 2 ബൗൾ വേണമെങ്കിലും കുടിക്കാം, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കുടിക്കാം. പിന്നെ വെജിറ്റബിൾസ് ഞാൻ ഇട്ടത് അതിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. എക്സ്ട്രാ എന്തെങ്കിലും വെജ് ഐറ്റംസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പോൾ മഷ്റൂംസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. പിന്നെന്താ പറയുക, നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ അതുപോലെ ഈ സ്പ്രൗട്ട്സ്, ഏതെങ്കിലും പയർ അങ്ങനത്തെ കാര്യങ്ങൾ, സ്പ്രൗട്ട്സ്, പിന്നെ മൈക്രോ ഗ്രീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് അതും കൂടി കുറച്ച് അതിനകത്ത് ചോപ്പ് ചെയ്തിടാം. അങ്ങനെയൊക്കെ ചെയ്യാം. എങ്ങനെയൊക്കെ ഹെൽത്തി ആക്കാമോ, ഇതിനെ എത്രത്തോളം ആക്കാമോ അത്രത്തോളം ആക്കിക്കോളൂ. ഗംഭീരമായിട്ടുള്ളൊരു സൂപ്പാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ വേറൊരു ചെറിയ ബൗളിൽ കുറച്ച്, ഞാനിപ്പോൾ ഇത്രയും കഴിക്കുന്നില്ല, അതുകൊണ്ട് അത് വേസ്റ്റ് ചെയ്യുന്നില്ല. സോ നോക്കിക്കോളൂ, കൺസിസ്റ്റൻസി എല്ലാം നോക്കാമല്ലോ. സൂപ്പി കൺസിസ്റ്റൻസിയാണ്. അടിപൊളി, നല്ല സ്പൈസി. പച്ചമുളകിൻ്റെ എരിവുണ്ട്, കുരുമുളകിൻ്റെ ഫ്ലേവറുണ്ട്, ഗാർലിക്, ജിഞ്ചർ എല്ലാത്തിൻ്റെയും ഫ്ലേവർ കിട്ടുന്നുണ്ട്. ശബ്ദം ഉണ്ടാക്കി കുടിക്കരുതെന്നാണ്, സോറി. ഒന്നും പറയാനില്ല, എക്സലൻറ്റ് ഒരു സൂപ്പാണ്. അപ്പോൾ വെയ്റ്റ് ലോസ് ഡയറ്റ് സൂപ്പ്, ഹെൽത്തി, 0 ഓയിൽ. അപ്പോൾ തടി കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയുള്ള സൂപ്പൊക്കെ ഒരു നേരത്തെ ഭക്ഷണമാക്കി മാറ്റുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. ഒരുപാട് പേര് ഹെൽത്തി റെസിപ്പീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. ഞാനിപ്പോൾ എൻ്റെ മെഡിക്കൽ കണ്ടീഷൻ അങ്ങനെ ആയതിനു ശേഷം അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയതാണ്. എനിവേ, സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ വിചാരിച്ചു. ഇങ്ങനത്തെ സൂപ്പൊക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഒരു നേരം ഈ സൂപ്പായിരിക്കും, ചില ദിവസം രാവിലെ ഞാൻ റാഗി വെച്ചിട്ടുള്ള ഒരു സ്മൂത്തി ആയിരിക്കും കുടിക്കുന്നത്. അങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇഷ്ടം. പിന്നെ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട, കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ലവ് യു ഓൾ.